ലോട്ടറി എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഏതൊരാളുടെ മനസ്സിലും വർണ്ണശബളമായ സ്വപ്നങ്ങളുടെ ഒരു തിരയിളക്കമുണ്ടാകും. ഒരു നിമിഷം കൊണ്ട് ജീവിതം കീഴ്മേൽ മറിയുന്ന ആ മാന്ത്രിക നിമിഷത്തെയാണ് ഓരോ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നവരും പ്രതീക്ഷിക്കുന്നത്. ചെറിയൊരു തുക സമ്മാനമായി ലഭിച്ചാൽ പോലും ആഹ്ലാദിക്കുന്നവരാണ് നമ്മൾ. എന്നാൽ വൻകിട ബമ്പർ ലോട്ടറികൾ പ്രഖ്യാപിക്കുമ്പോൾ, പ്രത്യേകിച്ചും കേരളത്തിലെ ഓണം ബമ്പർ പോലുള്ളവ, ആളുകൾക്ക് ആവേശം കൂടുന്നതിന് ഒരൊറ്റ കാരണമേ ഉള്ളൂ: പൂർണ്ണമായ സാമ്പത്തിക സ്വാതന്ത്ര്യം. ഒറ്റ ദിവസം കൊണ്ട് കടങ്ങൾ തീർത്ത് ആഡംബരത്തിന്റെ നെറുകയിലെത്താൻ കഴിയുമെന്നുള്ള മോഹം. സമ്മാനം കിട്ടിയാൽ എന്ത് ചെയ്യണം, എവിടെയെല്ലാം നിക്ഷേപിക്കണം എന്നതിനെ കുറിച്ച് നമ്മളെല്ലാം മനസ്സിൽ പല പദ്ധതികളും തയ്യാറാക്കാറുണ്ട്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മാത്രമല്ല, ലോകമെമ്പാടും ഈ ലോട്ടറി ഭ്രമം നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു ബമ്പർ സമ്മാനം ലഭിച്ച ഒരാളുടെ കഥയാണ് ഇപ്പോൾ ലോകമെമ്പാടുമുള്ള സാമ്പത്തിക കുടുംബ ബന്ധ ചർച്ചകളിൽ ഇടം പിടിച്ചിരിക്കുന്നത്. സംഭവം നമ്മുടെ നാട്ടിലല്ല, സാമ്പത്തിക അച്ചടക്കത്തിന് പേര് കേട്ട ജപ്പാനിലാണ്. 61 വയസ്സുകാരനായ ഒരു ജാപ്പനീസ് പൗരനാണ് ഈ ഭാഗ്യത്തിന്റെ ഉടമ. ലോട്ടറിയിലൂടെ അദ്ദേഹത്തിന് ലഭിച്ചത് ചെറിയൊരു തുകയല്ല, മറിച്ച് 600 മില്യൺ യെൻ, അതായത് ഏകദേശം 3.8 മില്യൺ US$. ഇന്ത്യൻ രൂപയിൽ കണക്കാക്കുമ്പോൾ ഏകദേശം 33.88 കോടി രൂപ. ഈ തുക കേൾക്കുമ്പോൾ തന്നെ ഏതൊരാളുടെയും കണ്ണു തള്ളിപ്പോകും. ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു പണിക്കും പോകാതെ തലമുറകളോളം സുഖമായി ജീവിക്കാൻ ഈ തുക ധാരാളമാണ്. എന്നാൽ ഇവിടെ കഥ മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. എസ് എന്ന മാത്രം അറിയപ്പെടുന്ന ഈ ഭാഗ്യശാലിക്ക് മുന്നിൽ പണത്തിന്റെ ആനന്ദത്തിനപ്പുറം വലിയൊരു ചോദ്യചിഹ്നമായിരുന്നു ഉണ്ടായിരുന്നത്. ഇക്കാര്യം ഭാര്യയെ അറിയിക്കണോ? ലോട്ടറി അടിക്കുന്നവർ സാധാരണയായി ചെയ്യുന്ന ആദ്യ കാര്യം ഏറ്റവും പ്രിയപ്പെട്ടവരുമായി ആ സന്തോഷം പങ്കുവെക്കുക എന്നതാണ്. എന്നാൽ എസ് ഈ കാര്യത്തിൽ തികച്ചും വ്യത്യസ്തമായ നിലപാട് സ്വീകരിച്ചു. തന്റെ ഭാര്യയുടെ സ്വഭാവമാണ് അദ്ദേഹത്തെ ഈ രഹസ്യം സൂക്ഷിക്കാൻ പ്രേരിപ്പിച്ചത്. ഭാര്യ ഒരു കണിശക്കാരിയും മിതവ്യയശീലയുമായിരുന്നു. ആഡംബരങ്ങളോടും അനാവശ്യമായ ദൂർത്തിനോടും അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഏറ്റവും ലളിതമായി അത്യാവശ്യത്തിന് മാത്രം പണം ചെലവഴിച്ച് ജീവിക്കണം എന്നതായിരുന്നു അവരുടെ രീതി. ഇവിടെയാണ് ഭർത്താവിനൊരു ഭയം ഉടലെടുത്തത്. തനിക്ക് 33.8 കോടി രൂപ സമ്മാനം ലഭിച്ചുവെന്ന് ഭാര്യ അറിഞ്ഞാൽ അവരുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ അവർ അനുവദിക്കില്ല. തന്റെ ഇഷ്ടങ്ങൾക്കോ ആഗ്രഹങ്ങൾക്കോ വേണ്ടി ഈ പണം ചെലവഴിക്കാനോ ഒരു പുതിയ ആഡംബര ജീവിതം നയിക്കാനോ അവർ സമ്മതിക്കില്ല. ഈ ഭയം കാരണം എസ് തന്റെ നേട്ടം ഭാര്യയിൽ നിന്നും പൂർണ്ണമായും മറച്ചുവെച്ചു. സമ്മാനമായി കുറഞ്ഞ തുക മാത്രമാണ് ലഭിച്ചതെന്ന് അദ്ദേഹം ഭാര്യയെ വിശ്വസിപ്പിച്ചു. ഭാര്യയുടെ മിതവ്യയം എത്രത്തോളമായിരുന്നു എന്നതിന് ഒരു ഉദാഹരണമുണ്ട്. വീട്ടിൽ ഒരു കുപ്പി ബിയർ പോലും കൊണ്ടുവന്ന് കുടിക്കുന്നതിനെ അവർ എതിർത്തിരുന്നു. ഇത്രയും കണിശമായ ഒരു സാഹചര്യത്തിൽ കോടിക്കണക്കിന് രൂപയുടെ രഹസ്യം സൂക്ഷിക്കുക എന്നത് എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വെല്ലുവിളിയായി മാറി. രഹസ്യം സൂക്ഷിച്ചുകൊണ്ട് എസ് സ്വന്തമായി ഒരു ആഡംബര ലോകം പടുത്തുയർത്തി. ഭാര്യയും മക്കളും അറിയാതെ ആ പണം ഉപയോഗിച്ച് അദ്ദേഹം പല ആഡംബര വസ്തുക്കളും വാങ്ങി, വിനോദയാത്രകൾ നടത്തി, തന്റെ ഇഷ്ടങ്ങൾ സാധിച്ചു. പുറം ലോകത്തിന് അദ്ദേഹം ഒരു സാധാരണക്കാരനായ ഭർത്താവായിരുന്നു. എന്നാൽ രഹസ്യമായി അദ്ദേഹം ഒരു കോടീശ്വരന്റെ ജീവിതമാണ് നയിച്ചത്. എന്നാൽ പണം സന്തോഷം നൽകിയില്ലെങ്കിൽ അത് വെറും കടലാസാണ്. എസിന്റെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെയാണ്. കുടുംബത്തെ ഒളിപ്പിച്ചുകൊണ്ടുള്ള ഈ ആഡംബര ജീവിതം അദ്ദേഹത്തിന് അധികം കാലം ആസ്വദിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി. കുടുംബാംഗങ്ങളുമായി ആ സന്തോഷം പങ്കുവെക്കാനോ ഒരുമിച്ച് ആ പണം ഉപയോഗിച്ച് സന്തോഷിക്കാനോ കഴിയാതെ വന്നതോടെ ആ ജീവിതം ഒരു ഭാരമായി മാറി. ലഭിച്ച വലിയ ഭാഗ്യം അദ്ദേഹത്തിന്റെ മനസമാധാനം കെടുത്തി. സ്വന്തം ഭാര്യയോടും മക്കളോടും ഏറ്റവും വലിയ ഒരു കാര്യം മറച്ചു വെക്കേണ്ടി വരുന്നത് അദ്ദേഹത്തിന് മാനസികമായി വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ക്രമേണ ഈ രഹസ്യ ജീവിതം അദ്ദേഹത്തിന്റെ മാനസികാരോഗ്യത്തെ പോലും ബാധിക്കാനും തുടങ്ങി. ഒടുവിൽ ഈ കോടിക്കണക്കിന് രൂപയുടെ ഭാരം താങ്ങാനാവാതെ ഒരു സുപ്രധാന തീരുമാനമെടുത്തു. ഈ പണം താൻ സ്വന്തമായി അധ്വാനിച്ചുണ്ടാക്കിയതല്ല, മറിച്ച് ഭാഗ്യത്തിലൂടെ ലഭിച്ചതാണ് എന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായി. അതുകൊണ്ട് തന്നെ ആ പണത്തിന്മേൽ തനിക്ക് തോന്നിയ ആഡംബര താല്പര്യങ്ങൾക്കെല്ലാം ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ അദ്ദേഹം തീരുമാനിച്ചു. തന്റെ ഒറ്റപ്പെട്ട ആഡംബര ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ബാക്കിയുണ്ടായിരുന്ന തുക മുഴുവനും അദ്ദേഹം ഒരു കുടുംബ തീരുമാനത്തിനായി വിനിയോഗിച്ചു. ബാക്കി വന്ന സമ്മാന തുക മുഴുവൻ അദ്ദേഹം ഇൻഷുറൻസിൽ നിക്ഷേപിച്ചു. അതിലും പ്രധാനമായി തന്റെ ഭാര്യയെയും മക്കളെയുമാണ് അദ്ദേഹം ആ ഇൻഷുറൻസിന്റെ നോമിനികളാക്കിയത്. താൻ സ്വന്തമായി അധ്വാനിച്ച് സമ്പാദിച്ച പണമായിരുന്നെങ്കിൽ ഇത്രയും ആഡംബരം കാണിക്കില്ലായിരുന്നുവെന്ന അദ്ദേഹത്തിന്റെ ചിന്ത പണത്തേക്കാൾ വലുതാണ് കുടുംബം, സ്നേഹം, സമാധാനം എന്നീ തിരിച്ചറിവിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു. ലോട്ടറി സമ്മാനത്തിലൂടെ ലഭിച്ച പണം അദ്ദേഹത്തിന് ഒരു വലിയ പാഠമാണ് നൽകിയത്. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന ഭാഗ്യം ചിലപ്പോൾ കുടുംബ ബന്ധങ്ങളെ ഉലച്ചേക്കാം. എന്നാൽ യഥാർത്ഥ സന്തോഷം എന്നത് ലളിതമായി ജീവിക്കുന്നതിലും പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കുന്നതിലുമാണ്. ജപ്പാനിൽ നിന്നുള്ള ഈ സംഭവം ലോകമെമ്പാടുമുള്ള ലോട്ടറി വിജയികൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ്.
വലിയ തുക കയ്യിൽ വരുമ്പോൾ അത് എങ്ങനെ കൈകാര്യം ചെയ്യണം, എങ്ങനെ കുടുംബ ബന്ധങ്ങൾ നിലനിർത്തണം എന്നതിനെ കുറിച്ച് നമ്മൾക്ക് ചിന്തിക്കാൻ ഈ കഥ ഒരുപാട് വക നൽകുന്നുണ്ട്.